പിന്നെ അതുപോലെ തന്നെ ഈ സ്പൈഡർ പ്ലാന്റ് റീപ്ലാന്റ് ചെയ്യാനും പോവാം. പിന്നെ ഞങ്ങൾ നടാൻ പോകുന്നത് കുറച്ച് മല്ലി, പിന്നെ ജെയ്ഡ്, പിന്നെ ജാസ്മിൻ. ഇത് എല്ലാവരും കോമൺ ആയിട്ട് വീടിനകത്ത് വെക്കുന്ന സ്പൈഡർ പ്ലാന്റ് ആണ്. അപ്പം ഇത് അതിന്റെ ഇതുപോലെ കുറച്ച് ഗ്രോത്ത് ഇത് ഞാൻ കട്ട് ചെയ്ത് പ്ലാന്റ് ചെയ്തെടുത്ത് ഇത്രയും വലുതായി വന്ന സ്പൈഡർ പ്ലാന്റ്സ് ആണ്. അപ്പം ഇതിന്റെ നന്നായിട്ട് വലുതായ കാരണം ഇതിന്റെ വേരൊക്കെ വെളിയിൽ വന്നു. അപ്പൊ ഇതൊന്ന് റീപ്ലാന്റിങ് ചെയ്യണം. കൊക്കോപ്പീഡാണ്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുതിർത്തെടുത്തിട്ട് ഇത് മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് കമ്പോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ മണ്ണ് നല്ലതല്ലാത്തതുകൊണ്ട് നമുക്ക് മണ്ണ് മേടിച്ച് വേണം പ്ലാന്റ് ചെയ്യാനേ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇനി ഈ കമ്പോസ്റ്റുമായിട്ട് കുറച്ച് മിക്സ് ചെയ്യാം. ഞാൻ സാധാരണ ഇത് ഈക്വൽ എമൗണ്ട് ഓഫ് കമ്പോസ്റ്റും കൊക്കോപ്പീഡും കൂടെയാണ് മിക്സ് ചെയ്യുന്നത്. ഞാൻ സാധാരണ ഗ്ലൗസ് ഒന്നും ഇട്ടല്ല ഇങ്ങനെ പ്ലാന്റിങ് ചെയ്യാറുള്ളത്. കയ്യിലൊരു ബേൺ ഉണ്ടായിരുന്നു, അപ്പോൾ ചെറിയൊരു പ്രിക്കോഷൻ എടുത്തതുകൊണ്ട് ഇട്ടന്നേ ഉള്ളേ. ഞാൻ കമ്പോസ്റ്റും കൊക്കോപ്പീഡും കൂടെ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ തേങ്ങയുടെ ചകിരി എല്ലാം കൂടെ മിക്സ് ചെയ്ത സാധനമാണിത്. ഇതെന്തിനാ ഈ കമ്പോസ്റ്റിനകത്ത് മിക്സ് ചെയ്യുന്നത് വെച്ചാൽ റൂട്ട് ഇങ്ങനെ കട്ടിയാകാതിരിക്കുക, അത് റൂട്ടിന് നല്ല എയറേഷൻ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യാന്ന് പറയുന്നത്. ഇതിനി നമുക്ക് ഈ ചട്ടിക്കകത്തോട്ട് ഇതിനകത്തോട്ട് ഞാനിത് റീപ്ലാന്റ് ചെയ്യുന്നത്. ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി എടുക്കാം. ഇളകി വന്നിട്ടുണ്ട്. എടുക്കാം. പിന്നെ നമുക്ക് പതുക്കെ ഈ റൂട്ട്സ് ഒന്നും പറ്റാത്ത പോലെ പതുക്കെ ഈ കുറച്ച് മണ്ണ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അധികം ശക്തി എടുക്കാതെ നന്നായി പതുക്കെ ഇളക്കി കൊടുക്കാം. അപ്പൊ ഞാനിതിങ്ങനെ പ്ലാന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു പോട്ടിനകത്തോട്ട് കുറച്ച് മണ്ണിട്ട് ബാക്കിയുള്ളതും കൂടെ റീപ്ലാന്റ് ചെയ്യാനുണ്ട്. റീപ്ലാന്റ് ചെയ്തതിനകത്തോട്ട് കുറച്ച് വളമുണ്ട്. ഓൾ പർപ്പസ് പ്ലാന്റ് ഫുഡാണ്. അത് കുറച്ചിട്ട് കൊടുക്കാം. ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത കുറച്ച് സീഡ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നട്ട് നോക്കാമെന്ന് ഓർത്തു. ഇത് മുല്ലയാണ്. എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. നട്ട് നോക്കാമെന്ന് ഓർത്തു.
ജെയ്ഡിൻ്റെ സീഡാണ്. ജെയ്ഡിൻ്റെ അന്നൊക്കെ പറഞ്ഞ വന്ന സാധനമാണ്. ഇത് അലി എക്സ്പ്രസ്സിൽ നിന്ന് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വളർന്നു കഴിയുമ്പോൾ അറിയാം ഇത് ജെയ്ഡ് തന്നെയാണോ എന്ന്. എന്നാലും ഒന്ന് നട്ട് നോക്കാം. മല്ലി ഇവിടെ കിളിച്ച് വരുന്നതാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മല്ലി ഞാനിതുപോലെ നട്ട് നന്നായിട്ട് കിളിച്ച് വന്നതായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ച് ഹൗസ് പ്ലാന്റ്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മല്ലിയിൽ പെസ്റ്റൊക്കെ വരും. അപ്പോൾ അത് ആ ഹൗസ് പ്ലാന്റ്സിനെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കിനും പിന്നെ മല്ലി ഞാൻ കളയുമായിരുന്നു. അങ്ങനെ ഞാനിതെല്ലാം റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എൻ്റെ കുറച്ച് നല്ല ഹൗസ് പ്ലാന്റ് കളക്ഷൻ ഉണ്ട്. അത് വേറെ വീഡിയോയിലൂടെ കാണിക്കാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.